ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് മുതൽ നമ്മുടെ ചാനലിൽ ഓണം സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ഫസ്റ്റത്തെ വീഡിയോ തന്നെ ഒരു മേക്കപ്പ് ലുക്ക് ആണ് കേട്ടോ. ഓണം സാരി മേക്കപ്പ് ലുക്ക് ആണ് കാണിക്കുന്നത്. ബ്ലൂ ഹെവന്റെ ബ്രൈഡൽ മേക്കപ്പ് കിറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് കേട്ടോ ഈ ഒരു മേക്കപ്പ് ലുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ബ്ലൂ ഹെവന്റെ ബ്രൈഡൽ മേക്കപ്പ് കിറ്റിനെ കുറിച്ചിട്ടൊരു വീഡിയോ, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു റിവ്യൂ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ കണ്ടു നോക്കാം. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ഒരു 11 പ്രൊഡക്റ്റോളം ഈ ഒരു ബ്ലൂ ഹെവന്റെ കിറ്റിനകത്ത് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ലൊരു മേക്കപ്പ് ലുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ഒരു കിറ്റിനകത്ത് ഉണ്ടായിട്ടുള്ള പ്രൈമർ ആണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. ഇതൊരു ഫ്ലോലെസ് മേക്കപ്പ് ബേസ് പ്രൈമർ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു മേക്കപ്പ് ഒക്കെ ചെയ്യുന്നതിന് മുൻപായിട്ട് ഇതുപോലത്തെ ഒരു പ്രൈമർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മേക്കപ്പ് ഒക്കെ ഒന്ന് ലോങ് ലാസ്റ്റിംഗ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലുള്ള പോസ് ഒക്കെ ഒന്ന് മിനിമൈസ് ചെയ്യാനും അതുപോലെ ഒരു മാറ്റ് ഫിനിഷ് ലുക്ക് തരാനായിട്ട് വളരെയധികം സഹായിക്കുന്നുണ്ട്. ഇതൊരു ജെൽ ബേസ്ഡ് പ്രൈമർ ആണ് കേട്ടോ. അപ്പോൾ ഇത് ഈസിലി നമുക്ക് നമ്മുടെ സ്കിന്നിലോട്ട് അബ്സർവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഫൗണ്ടേഷൻ ആണ് കേട്ടോ. ഇത് ഒരു ലിക്വിഡ് ഫൗണ്ടേഷൻ ആണ്. ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് നാച്ചുറൽ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇത് എൻ്റെ സ്കിൻ ടോണിന് പറ്റിയിട്ടുള്ള ഷെയ്ഡ് അല്ല, എന്നാൽ കൂടിയും ഇതൊരു ലിക്വിഡ് കൺസിസ്റ്റൻസി ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിലോട്ട് അബ്സോർബ് ആവുന്നുണ്ട്. അങ്ങനെ ഭയങ്കര പുട്ടിയടിച്ച പോലത്തെ ലുക്കൊന്നും വരുന്നില്ല കേട്ടോ. ഞാൻ അത്യാവശ്യം എൻ്റെ മുഖത്ത് ഇട്ടിട്ട് ഞാൻ നിങ്ങൾക്ക് കാണാമല്ലോ, ഞാനിങ്ങനെ നന്നായിട്ട് ബ്ലെൻഡാക്കി കൊടുക്കുന്നുണ്ട്. ഈസിലി ബ്ലെൻഡ് ആവട്ടെ, നമുക്ക് ഒട്ടും എഫേർട്ടൊന്നും എടുക്കണ്ട. പിന്നെ ഇത് ഫുൾ കവറേജ് ഒന്നും തരുന്നില്ല, ഒരു മീഡിയം കവറേജ് ഒക്കെ തന്നെ തരുന്നുള്ളൂ. എന്നാലും ഞാൻ പറഞ്ഞ പോലെ പുട്ടിയടിച്ച ഫീലിംഗ് ഒന്നും നമുക്ക് തരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു ഫൗണ്ടേഷൻ ഇഷ്ടപ്പെട്ടു. നമുക്ക് അത്യാവശ്യം ഒന്ന് പുറത്തേക്കൊക്കെ പോകുമ്പോൾ യൂസ് ആക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഫൗണ്ടേഷൻ തന്നെയാണ് കേട്ടോ. 40 രൂപയാണ് ഈ ഒരു കുഞ്ഞു ബോട്ടിൽ, 12 മില്ലിയുടെ ബോട്ടിലാണ്. 40 രൂപയാണ് ഇതിനകത്ത് ഒരു പൈസ കൊടുത്തിരിക്കുന്നത്. മുഖത്തും അതുപോലെ കഴുത്തിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കോമ്പാക്ട് പൗഡർ ആണ്. ഈ ഒരു കിറ്റിനകത്ത് തന്നെ ഉണ്ടായ കോമ്പാക്ട് പൗഡർ ആണ് കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് നാച്ചുറൽ ഹണി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. 90 രൂപയാണ് ഈ ഒരു കോമ്പാക്റ്റിന് വരുന്നത്. ഇത് നാച്ചുറൽ ഹണി എന്ന് പറയുന്നത് നമുക്കൊരു മീഡിയം സ്കിൻ ടോണിന് ചേരുന്ന ഒരു കോമ്പാക്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ കോമ്പാക്റ്റ് അങ്ങനെ ഉപയോഗിക്കാറില്ല ആക്ച്വലി. ഞാൻ സാധാരണ നമ്മുടെ ടാൽക്കം പൗഡർ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാറാണ് ചെയ്യാറ്. അപ്പം ഇതിനകത്ത് തന്നെ ഒരു അപ്ലിക്കേറ്റർ തന്നിട്ടുണ്ട്, സ്പഞ്ച് തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഞാനൊരു ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്കൊരു മാറ്റ് എഫക്റ്റ് തരുന്നുണ്ട്. അതുപോലെ ഇത് വിത്ത് SPF പ്രൂഫാണ്, അതുപോലെ നോൺ സ്റ്റിക്കി ആണ്, പിന്നെ ഡെർമറ്റോളജിയിൽ അപ്രൂവ്ഡ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും നല്ലൊരു കോമ്പാക്റ്റ് ആണ്. അടുത്തത് ബ്ലഷ് ആണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. ഇത് ബ്ലൂ ഹെവൻ്റെ തന്നെ ഷിമ്മറി മാറ്റ് ബ്ലഷ് ആണ്. ഇതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. ഇതും ഈ ഒരു ബ്ലഷ് ഞാൻ അങ്ങനെ അപ്ലൈ ചെയ്യാറൊന്നുമില്ല കേട്ടോ എൻ്റെ മുഖത്തൊന്നും. ഇതിപ്പോൾ ഫസ്റ്റ് ടൈമാണ് എനിക്കൊരു ബ്ലഷ് ഇതുപോലെ കിട്ടുന്നത്. അല്ലെങ്കിൽ തന്നെ ഞാൻ മറ്റേ ലിപ്സ്റ്റിക് കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ബ്ലഷൊക്കെ ഇടാറുണ്ട്, അല്ലാണ്ട് ഇങ്ങനെ സെപ്പറേറ്റ് ഇതുപോലെ ഒന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് നല്ലൊരു ഭംഗിയുള്ളൊരു ഷെയ്ഡാണ്. പിന്നെ ഞാൻ എൻ്റെ മുഖത്ത് ചീക്സിൽ ഇതുപോലെ ഡോട്ടായിട്ട് ഇങ്ങനെ 3 ഡോട്ട് ഇട്ട് കൊടുത്തിട്ടാണ് ബ്ലെൻഡാക്കി കൊടുക്കണേ. നമ്മുടെ കൈ കൊണ്ട് തന്നെ നമുക്ക് ബ്ലെൻഡാക്കി കൊടുക്കാം, അല്ലെങ്കിൽ ബ്രഷ് ഉണ്ടെങ്കിൽ ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് ബ്ലെൻഡാക്കി കൊടുക്കാം കേട്ടോ. ഇത് അത്യാവശ്യം നല്ല പിഗ്മെൻറ്റഡ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങ് അപ്ലൈ ചെയ്യേണ്ട, കുറച്ച് തന്നെ മതിയാവും കേട്ടോ. ഇപ്പോൾ ഈ ബ്ലഷൊക്കെ നമ്മൾ കോമ്പാക്ട് പൗഡർ ഇടുന്നേക്കാൻ മുന്നായിട്ട് ഇടുകയാണെങ്കിൽ, ഇപ്പോൾ ബ്ലഷ് ഇട്ടിട്ട് നമുക്ക് കുറച്ച് കൂടി പോയി തോന്നുകയാണെങ്കിൽ നമ്മൾ അവസാനം കോമ്പാക്ട് വെച്ച് സെറ്റ് ചെയ്യുമ്പോൾ അതങ്ങ് ശരിയായിക്കോളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരുപാടൊന്നും നമുക്ക് തോന്നില്ല. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് ഒരു ബ്ലൂ ഹെവൻ്റെ ഐ പോപ്പ് ഐ ഷാഡോ പാലറ്റ് ആണ് കേട്ടോ. ഇതിൽ 4 ഷെയ്ഡുകളാണ് വന്നിട്ടുള്ളത്. ഒരു ന്യൂഡ് ഷെയ്ഡുകളാണ് കേട്ടോ മിക്കതും വന്നിരിക്കുന്നത്. പിന്നെ 2 ലൈറ്റ് ഷെയ്ഡുകളും വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് കാരമൽ ലാറ്റി എന്നാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പ്രൈസ് 205 എന്നാണ് കേട്ടോ ഇതുമ്പോൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു 322 രൂപയ്ക്ക് ഇത്രയും സാധനങ്ങൾ കിട്ടാമെന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയ കാര്യമാണ് അല്ലേ. അപ്പോൾ ഞാൻ ഇൻഡിപെൻഡൻസ് ഡേയുടെ സമയത്താണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു സെയിലിൻ്റെ സമയത്ത് മേടിച്ചത് കൊണ്ടാവാം എനിക്ക് ഇത്ര റേറ്റ് കുറവിന് കിട്ടിയത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ 422 എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഇനിയും കൂടുമോയെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മേടിക്കുകയായിരിക്കും നല്ലത്. കാരണം അത്യാവശ്യം സാധനങ്ങൾ ഇതിനകത്തുണ്ട്. പിന്നെ ചിലവർ പറയുന്നുണ്ട്, ഞാൻ യൂട്യൂബിൽ തന്നെ കുറച്ച് പേര് റിവ്യൂ കണ്ടപ്പോഴത്തേനും കുറേ പേർക്ക് കേടായിട്ടുള്ള പ്രൊഡക്റ്റുകളൊക്കെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ട്. കാജലിൻ്റെ പൊട്ടിപ്പോയതും അതുപോലെ ലിപ്സ്റ്റിക്കൊക്കെ പൊട്ടിപ്പോയിട്ടൊക്കെ കുറച്ച് പേർക്ക് അങ്ങനെയൊക്കെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയത് എല്ലാം നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ റിവ്യൂ പറഞ്ഞത് നല്ല രീതിയിൽ തന്നെ. പിന്നെ ഇപ്പോൾ ഈ ഒരു ഐ ഷാഡോ പാലറ്റിൽ 4 ഷെയ്ഡുകളാണ് വന്നിട്ടുള്ളത്. ഇതിനകത്ത് ഈ ഒരു ഡാർക്ക് ഷെയ്ഡ് എടുത്തിട്ടാണ് കേട്ടോ ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഇതിൻ്റെ പേര് എന്തിട്ടാണ് പറയാമെന്ന് എനിക്കറിയില്ല കേട്ടോ ഈ ഒരു കളറിന്. അപ്പം അതാണ് ഞാൻ അപ്ലൈ ചെയ്തത്. കൈ കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ബ്ലെൻഡ് ആക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു ലൈറ്റർ ഷെയ്ഡും കൂടെ എൻ്റെ ഒരു ഇന്നർ കോർണേഴ്സിൽ ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് അപ്ലിക്കേറ്റർ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. കൈ കൊണ്ടായാലും നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ആക്കാനും പറ്റുന്നുണ്ട് കേട്ടോ.
ഓക്കെ, നെക്സ്റ്റ് വന്നിട്ടുള്ളത് ബ്ലൂ ഹെവന്റെ ഐബ്രോ ഡിഫൈനർ ആണ് കേട്ടോ. ഇത് അത്യാവശ്യം ലോങ് സ്റ്റേ തരുന്നുണ്ട്, അതായത് ഒരു 12 hours ഒക്കെ ലോങ് സ്റ്റേ ആണ്. അതുപോലെ തന്നെ സ്മച്ച് പ്രൂഫ് ആണ്, വാട്ടർ പ്രൂഫ് ആണെന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല നമുക്ക് എഴുതാനായിട്ട് നല്ല കംഫർട്ടായിട്ട് നമുക്ക് പുരികം ഫില്ല് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. അപ്പം ഇതിന്റെ റേറ്റ് വന്നിട്ട് 90 രൂപയാണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ഷെയ്ഡ് കൂടിയാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇന്റൻസ് ബ്ലാക്ക് കാജൽ ആണ് കേട്ടോ. ഇത് നമുക്ക് ഐലൈനർ ആയിട്ടും കൂടെ യൂസ് ആക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ 2 എണ്ണത്തിന് ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഇത് 36 hours വരെ സ്റ്റേ ചെയ്യുന്നുണ്ട്. ഭയങ്കര വാട്ടർ പ്രൂഫ് ആണ്, അതുപോലെ സ്മജ് പ്രൂഫ് ആണ്. പിന്നെ ഇത് നമുക്ക് ഭയങ്കര പിഗ്മെന്റഡ് ആണ് കേട്ടോ. കുറച്ചങ്ങ് ചെയ്താൽ മതി, നല്ലോണം ഡാർക്ക് ആയിട്ട് വരുന്നുണ്ട്. ഇതിന്റെ റേറ്റ് വന്നിട്ട് 140 രൂപയാണ്. അപ്പം ഞാൻ കാജൽ മാത്രമായിട്ട് എഴുതണുള്ളൂ. ഐലൈനർ എഴുതാനായിട്ട് സെപ്പറേറ്റ് നമുക്ക് വേറൊരു ഐലൈനർ തന്നിട്ടുണ്ട് കേട്ടോ. ഇതിന് 130 രൂപയാണ് ഈ ഒരു ഐലൈനറിന്റെ റേറ്റ് വന്നിട്ടുള്ളത്. ഇതും നല്ലൊരു ലിക്വിഡ് ഐലൈനർ ആണ്. നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ട് നമ്മുടെ കണ്ണിൽ എഴുതാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇതിന്റെ അപ്ലിക്കേറ്ററൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതും വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഒരു ഐലൈനർ ആണെന്നൊക്കെ പറഞ്ഞവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് വന്നിട്ടുള്ളത് മസ്കാരയാണ് കേട്ടോ. അപ്പം ഞാനിത് അപ്ലൈ ചെയ്യുന്നത് എനിക്ക് മൊബൈലിൽ വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കാണിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് പോയിട്ട് മിററിൽ പോയിട്ട് അപ്ലൈ ചെയ്തിട്ട് വന്നിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അവിടെ വെച്ചിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാ കാജലായാലും ഈ ഒരു മസ്കാര ആയാലും ഐലൈനർ ആയാലും എനിക്ക് മൊബൈലിൽ നോക്കിയിട്ട് എഴുതാനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് പോയിട്ട് എഴുതിയിട്ടാണ് വന്നിട്ട് വീഡിയോ പിടിക്കുന്നത്. ഈ ഒരു മസ്കാരയുടെ റേറ്റ് വന്നിട്ട് 80 രൂപയാണ് കേട്ടോ. നമ്മൾ അത്യാവശ്യം നമ്മുടെ ഐലാഷസ് ഒക്കെ ഒന്ന് വോളിമൈസ് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് സഹായിക്കുന്നുണ്ട്. വാട്ടർ പ്രൂഫ് ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് തന്നെ അറിയത്തില്ല കേട്ടോ. 12 hours ലോങ് സ്റ്റേ ഒക്കെ തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു മസ്കാരയാണ്. അടുത്ത് വന്നിട്ട് ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ബ്ലൂ ഹെവന്റെ വെൽവെറ്റ് ക്രീം ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണ്. നല്ലൊരു റെഡ് കളറാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് റൂബി റെഡ് എന്നാണ് തോന്നുന്നു ഷെയ്ഡ് വന്നിരിക്കുന്നത്. 200 രൂപയാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത്. അടിപൊളി ഷെയ്ഡാണ് കേട്ടോ. നമുക്ക് അത്യാവശ്യം ഒരു ബ്രൈഡൽ ലുക്കിനൊക്കെ അടിപൊളി ഷെയ്ഡാണ് ഇത്. പിന്നെ ഈ ഒരു ബ്ലൂ ഹെവന്റെ കിറ്റിനകത്ത് ഉണ്ടായത് സിന്ദൂരാണ് കേട്ടോ. ലിക്വിഡ് സിന്ദൂരാണ്. മാറ്റ് ഫിനിഷ് ലോങ് സ്റ്റേ ഒക്കെ തരുന്ന ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ. അതിന്റെ റേറ്റ് വന്നിട്ട് 75 രൂപയാണ്. അത് ഞാൻ ലാസ്റ്റ് ആണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. മുടിയൊക്കെ കെട്ടിയതിന് ശേഷം അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഹെയർ സ്റ്റൈൽ സിമ്പിൾ ആയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ജസ്റ്റ് കുറച്ച് മുടി ഫ്രണ്ടിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ പിരിച്ച് കൊടുക്കാണ്ട് ചെയ്യുന്നത്. അടിയിലേക്ക് പോകുന്തോറും കുറച്ച് മുടി എടുത്തിട്ട് ഇങ്ങനെ പിരിച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒരു ഹെയർ പില്ലിൽ വെച്ചിട്ട് ഒന്ന് സെക്യൂർ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പുറത്തെ സൈഡിലും അതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. ആദ്യം ഞാൻ ബണ്ണ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേനും നമ്മുടെ മുഖത്തിനൊരു മെച്യൂർ ലുക്ക് ആയിരിക്കും എപ്പോഴും ഈ ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോഴത്തേനും വരിക. അപ്പോൾ ഞാനിങ്ങനെ സൈഡിലേക്ക് പിടിച്ചിട്ട് മീഷോന്ന് തന്നെ വാങ്ങിച്ചിട്ടുള്ള ഒരു മുല്ലപ്പൂവിൻ്റെ ഒരു പ്ലാസ്റ്റിക് ആണ് കേട്ടോ. പ്ലാസ്റ്റിക് ആയിട്ടുള്ള ഒരു മുല്ലപ്പൂവിൻ്റെ ബണ്ണ് വെച്ചിട്ട് സെക്യൂർ ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. അതിങ്ങനെ സൈഡിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 2 എണ്ണത്തിൻ്റെ ബണ്ണായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 2 ഇട്ട് കൊടുത്തിട്ടുണ്ട്, എന്നാലേ കുറച്ച് തിക്കായിട്ട് ഇരിക്കത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു ബ്ലൂ ഹെവൻ്റെ ഐലൈനർ വെച്ചുകൊണ്ട് ചെറിയൊരു പൊട്ട് കുത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ബ്ലൂ ഹെവൻ്റെ തന്നെ നമ്മുടെ ഫൗണ്ടേഷൻ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുറി പോലെ തൊട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചന്ദനം ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ ഒരു കുറി ചെറുതായിട്ടൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ബ്ലൂ ഹെവന്റെ കിറ്റിനകത്ത് ഉണ്ടായിട്ടുള്ള സിന്ദൂരാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. ഇതൊരു ലിക്വിഡ് സിന്ദൂരാണ്. മാറ്റ് ഫിനിഷ് തരുന്നൊരു സിന്ദൂരാണ്. ഭയങ്കര ഒരു ഉദിച്ച റെഡ് കളറാണ് കേട്ടോ. കുഴപ്പമില്ല. 75 രൂപയാണ് ഇതിന്റെ റേറ്റ് പറയുന്നത്. അവസാനം ഞാനൊരു മാല ഇടുന്നുണ്ട്, അതുപോലെ കമ്മൽ മാറ്റുന്നുണ്ട് കേട്ടോ. അതൊരു ഗ്രീൻ കളറുള്ള കമ്മലാണ്. അതും ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ്. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഓണം സീരീസിന്റെ അടുത്ത എപ്പിസോഡായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ ബൈ, സീ യു.